ഓട്ടോമാറ്റിക് കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വരേണ്ടത് ഹോണ്ടയുടെ ഷോറൂമിലാണ്. അതിനുള്ള റീസൺ പറയാം. അതിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് കാർ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ടോട്ടൽ 3 ചോയ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജസ്റ്റ് മോഡൽ നെയിം പറയല്ല, നമ്മൾ അതിൻ്റെ എഞ്ചിൻ സ്പെക്ക്, കിട്ടുന്ന മൈലേജ്, ഒരു 5 വർഷം വരെ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം മെയിൻ്റനൻസ് വരും, ബൂട്ട് സ്പേസ് എങ്ങനെ, അങ്ങനെ ഒരു കമ്പാരിസൺ പോലെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ആദ്യം തന്നെ ഹോണ്ടയുടെ പ്രൊഡക്റ്റ് പറയാൻ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ CVT ട്രാൻസ്മിഷൻ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ തരുന്നത് ഹോണ്ട മാത്രമാണ് എന്നുള്ളതാണ്. ഹോണ്ടയുടെ അമേസ് എന്ന് പറയുന്ന എൻട്രി ലെവൽ മോഡലാണ് നമുക്ക് പരിഗണിക്കാനായിട്ടുള്ള ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ. ഇതിൽ CVT എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ AMT നമുക്ക് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓട്ടോമേറ്റഡ് മാനുവൽ, ശരിക്കും അതിൻ്റെ ഗിയർ ബോക്സ് ഒക്കെ വരിക മാനുവലാണ്. അതിനെ നമ്മളൊരു ആക്സിലേറ്റർ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായി മാറ്റുന്ന ടെക്നോളജിയാണ് AMT വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ CVT അങ്ങനെയല്ല. CVT എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു ഒറിജിനൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് വിളിക്കാവുന്നത്. ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടുക CVT ട്രാൻസ്മിഷനാണ്. അതിന് മുകളിൽ SUV-കളിലൊക്കെ ഉപയോഗിക്കുന്ന ടോർക്ക് കൺവേർട്ടർ വരുന്നുണ്ട്, പിന്നെ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അതിൻ്റെ ഓരോ വേരിയൻസ് ഇങ്ങനെ മുകളിലേക്ക് പോകും, അതായത് പ്രൈസ് കൂടി പോകുമെന്നുള്ളതാണ്. സോ സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടൊരു ഒറിജിനൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ CVT ആണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുക. അത് വരുന്ന ഒരു മോഡലാണ് നമുക്ക് അമേസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ എഞ്ചിനും വളരെ റിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു എഞ്ചിൻ ഓപ്ഷനും കൂടിയാണ്. നമുക്കൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 90 PS-ഉം 110 Nm ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത്യാവശ്യം റിഫൈൻഡ് ആണ്, റിലയബിൾ ആണ്. അതിപ്പോൾ IVTEC ആണ് ടെക്നോളജി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ല, അത്യാവശ്യം റിലയബിൾ ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഇതിലാണ് നമുക്ക് CVT ട്രാൻസ്മിഷൻ വരുന്നത്. അതിൽ ടോട്ടൽ 3 വേരിയന്റ് വരുന്നുണ്ട്. VX, ZX എന്നിങ്ങനെ 3 വേരിയൻസ് വരുന്നുണ്ട്. അതിൽ വീട് നമുക്ക് ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ഏകദേശം 10,39,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള VX-ലേക്ക് പോയി കഴിഞ്ഞാൽ 11,19,000 രൂപയും, ഏറ്റവും ടോപ്പിലേക്ക് പോയാൽ 11,80,000 രൂപ എന്നിങ്ങനെയാണ് ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ 12 ലക്ഷം വരെ ബഡ്ജറ്റ് ഉള്ളവർക്കും അമേസിൻ്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ഇപ്പോൾ ഓണം ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ ഷോറൂമിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി മറ്റുള്ള കാര്യം, നമുക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 3 വാഹനങ്ങളിൽ ഏറ്റവും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന വാഹനം അമേസാണ്. നമുക്ക് ഏകദേശം 172 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അത് എടുത്ത് പറയാൻ കാരണം ഹോണ്ടയുടെ വാഹനങ്ങൾ അടി തട്ടും എന്നുള്ളൊരു പ്രശ്നം പലരും പറയാറുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു റീസൺ സ്പേസ് ആണ്. നമുക്ക് അത്യാവശ്യം ഒരു സെഡാൻ ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല AMT അതുപോലെ തന്നെ CVT ഡിഫറൻസ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാനായിട്ട് പറ്റും. AMTയിൽ നമുക്ക് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ കണ്ടോ, നമുക്ക് ഒരു P എന്ന് കാണാം. ഈ ഒരു മോഡ് നിങ്ങൾക്ക് AMT ട്രാൻസ്മിഷനിൽ കാണാനായിട്ട് പറ്റില്ല. ഇതിലിപ്പോൾ പാർക്ക് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, ഇത്രയും മോഡ്സ് വരുന്നുണ്ട്. അത് അങ്ങനെ കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഒറിജിനൽ ഓട്ടോമാറ്റിക് വാഹനം എന്നുള്ളത് കൊണ്ടാണ്. സോ ഒരുപാട് AMT ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ വാഹനം കൊണ്ട് നിർത്തിയാൽ ന്യൂട്രൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. സാധാരണ CVT-യിലും ടോർക്ക് കൺവേർട്ടറിലും ഡ്യുവൽ ക്ലച്ചിലൊക്കെ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് തന്നെ നമുക്ക് ഗിയറിൽ വരുന്നുണ്ട്. സോ അത് നമുക്ക് കിട്ടി തുടങ്ങിയ ഈ ഒരു ബഡ്ജറ്റിൽ CVT ട്രാൻസ്മിഷൻ എടുക്കുന്നവർക്കാണ്. പിന്നെ അത്യാവശ്യം നിങ്ങൾ ക്യാബിൻ കാണുന്ന പോലെ ഒരു പ്രീമിയം ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സിറ്റിയുടെ കുറച്ച് ഒരു ചെറിയ രൂപം എന്നുള്ള രൂപത്തിലുള്ളൊരു ഫീല് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയംനെസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയറിലാണെന്നുണ്ടെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. സോ ആ റെഡി ആയിട്ടുള്ള എനിക്കിതേ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ക്യാബിനാണ് നമുക്ക് ഇതിൻ്റെ റിയർ സീറ്റിൽ വരുന്നത്. സെഡാൻ എപ്പോഴും നമുക്ക് അറിയാവുന്ന പോലെ ഏത് SUV-നേക്കാളും ഹാച്ച് ബാക്കിനേക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാവൽ സമ്മാനിക്കുന്നതും നമ്മുടെ ഹാച്ച് ബാക്ക് മോഡൽസ് ആണ്. റിയർ AC പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അല്ലെങ്കിൽ അമേസിൽ ലഭിക്കുന്നുണ്ട്. ആംറസ്റ്റ് ആണ് ഒരു സിറ്റിയിൽ കിട്ടുന്നതിൻ്റെ അടുത്ത് നിൽക്കുന്ന രൂപത്തിലൊരു കംഫർട്ട് നമുക്ക് അമേസിലും കിട്ടുമെന്നുള്ളതാണ്. ഇനി ബൂട്ട് സ്പേസും ഞാനീ പറയാൻ പോകുന്ന ലിസ്റ്റിലെ ഏറ്റവും ടോപ്പ് ക്ലാസ് ലീഡിംഗ് ആണ് എന്ന് പറയാം. 441 ലിറ്റർ ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് മൊത്തം ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രൂപത്തിലാണ് ഹോണ്ട നൽകുക എന്നുള്ളതാണ്. സോ അമേസ് ആണ് എൻ്റെ ഈ ലിസ്റ്റിലെ ഫസ്റ്റ് ചോയ്സ്. ഏകദേശം മൈലേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്നവർക്ക് 12 to 14 വരെ മൈലേജ് ലഭിക്കും. അതുപോലെ മെയിൻ്റനൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 50,000 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ ഏകദേശം 5 വർഷത്തേക്കുള്ള ഒരു റേഞ്ചിൽ പീരിയോഡിക് മെയിൻ്റനൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലവാക്കേണ്ടി വരുന്നത് 24,000 മുതൽ 28,000 രൂപ വരെയാണ്. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു 10 ലക്ഷം 12 ലക്ഷത്തിനകത്ത് മുടക്കുന്ന ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയുള്ള ഒരു മോഡലും കൂടിയാണ് അമേസ് CVT എന്ന് പറഞ്ഞാൽ. ഇനി ജസ്റ്റ് ഒരു ബോണസ് കാര്യം കൂടി നോക്കുകയാണെങ്കിൽ അമേസിൻ്റെ ഇത് ലേറ്റസ്റ്റ് 3G എന്ന് പറയുന്ന ജനറേഷനാണ് കാണുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ വരുന്നുണ്ട്. അത് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പലർക്കും അറിയില്ല. അതൊക്കെ 8.5 ലക്ഷത്തിന് തന്നെ അതിൻ്റെ CVT ട്രാൻസ്മിഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾ ഷോറൂമിൽ വന്ന് അന്വേഷിച്ചാൽ മതി, അതിൻ്റെ ഡീറ്റെയിലും കിട്ടും. അപ്പോൾ ബഡ്ജറ്റ് കുറവാണ്, CVT ട്രാൻസ്മിഷൻ വേണം എന്നുള്ളവർക്ക് ഇതിൻ്റെ ഒരു പഴയ ജനറേഷൻ വാഹനം ഇപ്പോഴും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് 8.5 ലക്ഷത്തിന് ഒരു മാനുഫാക്ചർ നമുക്ക് CVT പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി CVT വേണ്ടവർക്ക് മാർക്കറ്റിൽ നമ്മുടെ റെനോ കൈഗറും നല്ലൊരു ചോയ്സാണ്. SUV ലുക്ക് വേണം എന്നുള്ളവർക്ക്. സോ
ഇതാണ് ഫസ്റ്റ് മോഡൽ. ഇനി നെക്സ്റ്റ് മോഡൽ നോക്കാം. അടുത്തായി നിങ്ങൾ വരേണ്ടത് മാരുതി സുസുക്കിയുടെ നെക്സ ഡീലർഷിപ്പിലേക്കാണ്. നമുക്ക് ബലേനോ ഓട്ടോമാറ്റിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മൂത്ത് ട്രാൻസ്മിഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ CVT കണ്ടതിൽ ഇവിടെ അങ്ങോട്ട് നമ്മൾ ഇനി AMT ട്രാൻസ്മിഷനാണ് കാണാൻ പോകുന്നത്. CVT നമുക്കറിയാവുന്ന പോലെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വളരെ സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് AMT കുറച്ചൊരു ലാഗ് കാര്യങ്ങളുണ്ടാവും. നമുക്ക് മാനുവലി ഷിഫ്റ്റ് ചെയ്യുന്നതിന് പോലെ ഒരു ടൈം കാര്യങ്ങളൊക്കെ എടുക്കും. എന്നാലും നമുക്ക് ഇൻഡസ്ട്രിയിൽ കിട്ടാവുന്ന ബെസ്റ്റ് എഞ്ചിനും അതുപോലെ തന്നെ AMT ട്രാൻസ്മിഷനും വരുന്നത് മാരുതിയിലാണ് എന്നുള്ളത് കൊണ്ടാണ് ബലേനോ ചൂസ് ചെയ്യുന്നത്. ഇത് 90 PS 113 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ബലേനോയിൽ പവർ നൽകുന്നത്. ഇതിൽ മാരുതി തന്നെ വിളിക്കുന്നത് AGS എന്നാണ്. നിങ്ങൾ AMT എന്ന് പറഞ്ഞാലും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ചിലപ്പോൾ നിങ്ങൾ തിരുത്തും. AMT അല്ല സാർ, AGS ആണെന്നാണ്. ടെക്നോളജി ഒന്നാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് നമ്മുടെ മാരുതിയിൽ വിളിക്കുന്നത്. അത് വിളിപ്പേര് മാത്രമല്ല, കുറച്ചുകൂടി നിങ്ങൾ മറ്റുള്ള ഹ്യുണ്ടായി ഈ ഒരു റേഞ്ചിലുള്ള ഹ്യുണ്ടായി, ടാറ്റ ഇതിൻ്റെയൊക്കെ AMT ഓടിച്ചാലും മാരുതിയിൽ ഓടിച്ചാലും ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. കുറച്ചുകൂടി സ്മൂത്ത് ആണല്ലോ എന്ന് ഫീൽ ചെയ്യും. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് AMTയിൽ നമുക്ക് ലഭിക്കുന്നത് മാരുതി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഇത് പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഓട്ടോമാറ്റിക് ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് ഡെൽറ്റയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8,60,000 രൂപ റേഞ്ചിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓൺ റോഡ് പ്രൈസാണ്. ഓഫേഴ്സ് കഴിഞ്ഞാൽ അതിനും പ്രൈസ് കുറയും. ഓൺ പേപ്പറുള്ള പ്രൈസാണ് പറയുന്നത്. ഇനി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ വേരിയൻ്റ് ആണ്. അതായത് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ₹1 എക്സ്ട്രാ മുടക്കേണ്ട. അലോയ് വീൽസ് അടക്കം നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടാണ് കിട്ടുക. A to Z ടച്ച് സ്ക്രീൻ, സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ്, റിവേഴ്സ് ഇവന്റ്, എയർ ബാഗ്, അങ്ങനെ എല്ലാം നമുക്ക് ആ ഒരു വേരിയന്റിൽ കവർ ആവുന്നുണ്ട്. റിയർ ഡീഫോഗർ, വൈപ്പർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്മാർട്ട് കീ, അങ്ങനെ ₹1 നമ്മൾ മുടക്കേണ്ട. നമ്മൾ ഡ്രീമിലുള്ള എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും സീറ്റ വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ നമുക്കൊരു 9,60,000 രൂപ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് കഴിയും. അത് 10 ലക്ഷത്തിനകത്ത് തന്നെ സീറ്റ വേരിയന്റ് നമുക്ക് കൊണ്ടുപോകും. ഇനി ഫുൾ ഓപ്ഷൻ നോക്കുന്നവർക്കാണെങ്കിലോ ഏകദേശം ഒരു 10,70,000 റേഞ്ചിലൊക്കെ ₹1,00,000 കൂടുതൽ കൊടുത്താൽ ഫുൾ ഓപ്ഷൻ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അതുപോലെ അലോയ്സിൻ്റെ ഡിസൈൻ മാറുക, അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇൻഫർടൈൻമെൻറ്റിൽ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ആവുന്നുണ്ട്. ഇനി ടെക്നിക്കലി അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ പിന്നെ മെയിനായിട്ട് അറിയേണ്ടത് മൈലേജ് ആണ്. മൈലേജ് നോക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 15 ആവറേജ് 16 ആവറേജ് ഒക്കെ മൈലേജ് കിട്ടും. ലോങ് ഓടിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം AMT ഒക്കെ ഓടിച്ച് പരിചയമുള്ള ഒരാൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 18-19 മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇത്രയും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് വേറെ കിട്ടില്ല. അത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡ്രൈവും തരും എന്നുള്ളതാണ്. അതിനോടൊപ്പം പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ, വളരെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറാണ്. നമുക്കുള്ളിൽ കയറിയാലും 5 പേർക്ക്, ഒരു ഫാമിലിയിൽ 5 പേർക്കും സുഖകരമായിട്ടിരുന്ന് യാത്രയാവുന്ന ഒരു സ്പേസ് ക്യാബിൻ കാര്യങ്ങൾ വരുന്നുണ്ട്. 318 ലിറ്ററിൻ്റെ ബൂട്ട് വരുന്നുണ്ട്. ഇനി മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50,000 കിലോമീറ്റർ ഓടാൻ വേണ്ടി വരും. നമുക്ക് ഏകദേശം ഒരു 25,000 to 28,000 വരെയാണ് നമ്മുടെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് 50,000 കിലോമീറ്റർ നിങ്ങൾക്ക് പീരിയോഡിക് മെയിൻ്റനൻസിന് മാക്സിമം ചിലവാക്കേണ്ടത് ഒരു 28,000 രൂപ വരെയാണ്. അപ്പോൾ അതും നമ്മളൊരു 10 ലക്ഷം കൊടുക്കുന്ന ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ളൊരു റേറ്റ് ആണെന്ന് പറയാം. അതും ഇത്രയും ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങൾ തരുന്നുണ്ട്. സോ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ട് നടക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസിൽ സ്മൈൽ ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ഒരു റിഗ്രറ്റ് കാര്യങ്ങളൊന്നും ബലേനോ പർച്ചേസ് ചെയ്തതിൽ വരില്ല. ആ ഒരു ഹാപ്പിനെസ് നമുക്ക് എപ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കിട്ടും. ഇനി ഒരൊറ്റ കൺസേൺ ഉള്ളത്, ഈ വർഷം ലാസ്റ്റൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ബലേനോട് ഒരു അപ്ഡേറ്റ് ചെയ്ത മോഡൽ വരും എന്നുള്ളത് മാത്രമാണ്. സോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ മോഡലിനും കൂടി വെയിറ്റ് ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ. അതല്ല പെട്ടെന്ന് വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ബലേനോ AGS പരിഗണിക്കാം. ഫൈനൽ ഓപ്ഷൻ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് നോക്കുന്നവർക്കാണ് മാരുതി സുസുക്കിയുടെ വാഗണാർ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാഗണാർ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു 1000 cc എഞ്ചിൻ വരുന്നുണ്ട്, 1200 cc എഞ്ചിൻ വരുന്നുണ്ട്. ഞാൻ എടുക്കാൻ പറയുന്നത് 1200 cc ഓട്ടോമാറ്റിക് വാഹനമാണ്. ഏകദേശം പ്രൈസ് നോക്കുകയാണെങ്കിൽ 7,64,000 നമുക്ക് ZXi വേരിയന്റും ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ZXi പ്ലസ് 8,15,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പക്ഷേ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ഏകദേശം 50,000 രൂപ അടുത്തുള്ള ഓഫേഴ്സ് ഉണ്ടായത്. 35,000 രൂപ കൺസ്യൂമർ ഓഫർ മാത്രം വരുന്നുണ്ട്. അപ്പോൾ ZXiയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 7,25,000 ആ റേഞ്ചിൽ നമുക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 7 ലക്ഷത്തിനൊക്കെ ഓൺ റോഡ് വിലക്ക് 1200 cc ഉള്ള വാഗണാറിന്റെ ഓട്ടോമാറ്റിക് കിട്ടും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓൾറെഡി SUV ലുക്ക് വേണ്ടവർക്ക് എക്സ്റ്ററും നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ റെനോ കൈഗർ ഒരു ടോപ്പ് ക്ലാസ് ചോയ്സ് ആണ്. അതല്ല, കുറച്ചുകൂടി ബഡ്ജറ്റ് ഓറിയന്റഡ് ആയി എടുക്കേണ്ടവർ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു 7 to 8 ലക്ഷത്തിന് അകത്ത് വരുന്ന ഒരു ഓട്ടോമാറ്റിക് ചൂസ് ചെയ്ത്. പക്ഷേ ഇതിൽ വേറെ കോംപ്രമൈസ് ഒന്നും വരുന്നില്ല കേട്ടോ. അതായത് സെയിം നമ്മൾ ബലേനോയിൽ കണ്ട 1200 cc എഞ്ചിൻ വരുന്നുണ്ട്. 90 PS 113 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ക്യാബിൻ സ്പേസ് അത് ബലേനോയേക്കാൾ, അല്ലെങ്കിൽ നമ്മളിത് ഇവിടെ മെൻഷൻ ചെയ്ത റെനോ കൈഗർ ഒഴിച്ച് ബാക്കി ഏത് കാറുകൾ നോക്കിയാലും ഇത്രയും ക്യാബിൻ സ്പേസ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ടോൾ ബോയ് ഡിസൈൻ ആണ്. ഇതാണ് നമ്മുടെ AMT ഗിയർ ബോക്സിൻ്റെ ഒരു നമ്മുടെ ഗിയർ സെലക്ടർ വന്നിട്ടുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ ബലേനോട് അത്രയും സ്മൂത്ത് എന്ന് ഞാൻ പറയില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അതായത് നേരത്തെ പറഞ്ഞതിനെ ആവർത്തിക്കേണ്ടി വരും. നമുക്ക് ഓൾറെഡി ഏറ്റവും ബെസ്റ്റ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ കിട്ടുന്നത് മാരുതി. അതായത് ടെക്നിക്കലി ഇത് AMT ആണെങ്കിലും
മാരുതി AGS എന്നാണ് വിളിക്കുന്നത്. എന്താ വെച്ചാൽ കുറച്ചുകൂടി സ്മൂത്താണ്. AMTകളിൽ മാരുതിയുടെ AMT ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മൂത്താണ്. ഏകദേശം 341 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. സോ വാഗണാർ ഒരുപാട് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അത്യാവശ്യം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് എന്നുള്ളത്. മൈലേജ് നമ്മൾ നേരത്തെ കണ്ട 2 മോഡൽസിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നത് വാഗണാറിലാണ്. ഏകദേശം ആവറേജ് 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇനി ഹൈവേയിലൊക്കെ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20ന് മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ റണ്ണിങ് കോസ്റ്റ് ഈ 3 വാഹനത്തിലും ഏറ്റവും കുറവ് വരുന്നത് വാഗണാറിനാണ്. മാത്രമല്ല മെയിൻ്റനൻസ് കോസ്റ്റും കുറവാണ് വരുന്നത്. ബലേനോയിൽ സെയിം എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ സ്ലൈറ്റ്ലി കുറവ്, അതായത് സെഗ്മെന്റ് താഴെയുള്ള വേരിയന്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 20,000 to 25,000 ഉള്ളിലാണ് 50,000 കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് പീരിയോഡിക് മെയിൻ്റനൻസിന് ചിലവ് വരുന്നത്. ബലേനോ ഞാൻ പറഞ്ഞ ഏകദേശം 28,000 വരെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3,000 രൂപ ചെറിയ ഡിഫറൻസ് ആണ്. കാരണം ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ സിമിലർ ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ പോലും സെഗ്മെന്റ് താഴെയുണ്ട്, ലേബർ കോസ്റ്റും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് ഒരു ലോങ് ടൈമിൽ നോക്കുമ്പോൾ ഇത്തരത്തിൽ 2,000-3,000 രൂപയുടെ ഡിഫറൻസ് വരും. ഓരോ സർവീസിന് മുമ്പ് നോക്കുന്നതാണ് ഈ ചെറിയ വ്യത്യാസം, 100 രൂപയുടെ വ്യത്യാസം, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ എന്നും പറയാം. സോ ഇത് എൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ വാഹനവും നല്ലത് തന്നെയാണ്, മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാം നല്ല വാഹനങ്ങൾ തന്നെയാണ്. പക്ഷേ ഓരോ നമ്മുടെ യൂസിന് അനുസരിച്ച് അത് കണ്ടറിഞ്ഞ് എടുക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ ഒരു പ്രാക്ടിക്കാലിറ്റി നോക്കി എടുക്കുക എന്നുള്ളിടത്താണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു വാഹനം കൊണ്ട് നടക്കാനായിട്ട് പറ്റും. അത്തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന മറ്റേതെങ്കിലും മോഡൽസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മോഡൽ തന്നെയാണ് ഓക്കെ എന്ന് തോന്നുന്നവരുണ്ടെങ്കിലും ആ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.